എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടും കൂടി ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും കൂടിയുള്ള ജീവിതം നമ്മൾ എന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജീവിതത്തിലും മിറാക്കിളുകൾ സംഭവിക്കുന്നു, അല്ലെ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശംഭോ മഹാദേവ. എന്താണോ എന്ന് നിർവചിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ നമ്മൾ പോലും, അല്ലെ, ചിലപ്പോ ഞാൻ വിചാരിക്കുന്നു, നമ്മൾ സ്ഥിരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആഗ്രഹിച്ചാൽ എന്തും നേടാം എന്നുള്ളത്. ഇതിപ്പോ ആഗ്രഹത്തിന് അപ്പുറത്തേക്കുള്ള നേട്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇന്നലേക്ക് ഇരുന്നാണ് ഇത്രയും ആഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി, അതിനപ്പുറത്തേക്കുമുള്ള മിറാക്കിളുകൾ, അത്ഭുതങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവർക്ക് നല്ലതായിട്ടും ചിലവർക്ക് മറ്റു രൂപത്തിലുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതിന് ഒരു കാരണം, ഇന്നിപ്പോ ഒരാള് പറഞ്ഞൊരു കാര്യം മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. കാരണമായി നിൽക്കാൻ, ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ, അതിനൊരു കാരണമായി നിൽക്കാൻ സാധിച്ചത് എന്നിൽ ഏൽപ്പിച്ച ഒരു കടമയെ അവിടെ നിന്നുകൊണ്ട്, ഒരു കാര്യസ്ഥൻ എന്ന രീതിയിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നതിന് അപ്പുറത്തേക്കുള്ള യാതൊരു പ്രക്രിയയും ചെയ്യാൻ എനിക്ക് വരുന്നില്ല എന്നുള്ളതാണ്. സ്വാമി എപ്രകാരമാണോ ഏൽപ്പിക്കുന്നത് അതപ്പാടെ സ്വീകരിച്ചുകൊണ്ട് അത് നിങ്ങളിൽ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഒന്ന് പരിവർത്തനം, എന്താ പറയാ, ഒരു ട്രാൻസ്ലേഷൻ ചെയ്ത് നൽകൽ മാത്രമാണ് എന്റെ ജോലി. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇന്നലത്തെ ഫുൾ മൂണിനെ പറ്റി പറയുമ്പോഴാണ്, എന്താ പറയാ, എനിക്ക് എങ്ങനെ പറയാൻ അറിയില്ല, എങ്ങനെ പറയണമെന്നോ അല്ലെങ്കിൽ ഫുൾ മൂൺ വേണമെന്നൊന്നും ഞാനും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ. പക്ഷെ ഉച്ചയ്ക്ക് എപ്പോഴോ പെട്ടെന്ന് ഞങ്ങൾ അഡ്മിൻ സംസാരിച്ചപ്പോ ഫുൾ മൂൺ എന്നുള്ള ഒരു കാര്യം വരികയും അപ്പോഴാണ് ഓർത്തത് ഫെബ്രുവരി 12-ാം തീയതി ആയല്ലോ എന്ന് ഓർക്കുകയും ആ സമയത്ത് തന്നെ ക്വിക്കായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തൊക്കെ എന്നാ പിന്നെ ഇന്ന് അതിന്റെ മെഡിറ്റേഷൻ ചെയ്തു കളയാമെന്ന് തീരുമാനിക്കുകയും അത് ഓൺ ദ സ്പോട്ട് തന്നെ ഞങ്ങൾ ഒരു ലൈവ് വന്നു, ഞാൻ എല്ലാവരോടും പറഞ്ഞു ചെയ്യുകയാണെന്ന് പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് അതിന്റെ യഥാർത്ഥ അവകാശി, അതിനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഞാനോ അഡ്മിനോ അല്ല, അതിനപ്പുറത്ത് തന്നെ കുറെ ശക്തികളായിരുന്നു മാനിഫെസ്റ്റ് ചെയ്ത് അത് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലായത്. അതിലേറ്റവും സന്തോഷം വരുന്നത് കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എപ്പോഴും എന്നെ ചേർത്ത് വെച്ചു എന്ന് എന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, നിങ്ങൾക്കറിയാലോ ഞാൻ ഒറ്റക്കായി ഇരിക്കുന്ന വ്യക്തിയല്ല. ഞങ്ങളെ ചേർത്ത് വെച്ചു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം നമുക്കറിയുന്നത്. അത്രയും ദൈവീകമായ ഒരു പരിവർത്തനം നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും അനുഭവയോഗ്യമായി 2020 മെഡിറ്റേഷനും അതും ദേവീ കടാക്ഷം എത്രത്തോളം ഉണ്ടോ എന്നും ഇങ്ങനെ 2020 തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന മാറ്റങ്ങളൊക്കെ എന്താ പറയാ, എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. ധനവോ സന്തോഷമോ സംതൃപ്തിയോ സംതൃപ്തിയോ ഒക്കെ എങ്ങനെ വേണം വിളിക്കാം, അതൊക്കെ എങ്ങനെയോ നിറഞ്ഞു നിൽക്കുന്നു. അതൊക്കെ നിങ്ങളിലും കാണുന്നു, ഞങ്ങളിലും കാണും. ഏറെ സന്തോഷം കൂടെയുള്ളവർക്കെല്ലാം. മാറ്റം ഉണ്ടായവരെ പറ്റിയല്ല എനിക്ക് പറയാനുള്ളത്, മാറ്റമുണ്ടാവാത്തവരെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. മാറ്റമുണ്ടാവാത്തവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. നിറഞ്ഞ മനസ്സോടുകൂടി ഒട്ടും വ്യാകുലപ്പെടാതെ കാത്തിരുന്നാൽ മാത്രം മതി. സമയം നിങ്ങൾക്കുമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു സുപ്രഭാതത്തിൽ വന്നിരിക്കാൻ തുടങ്ങിയതല്ല. എത്രയോ മാസങ്ങളുടെ, എത്രയോ വർഷങ്ങളുടെ നിരന്തരമായ അൺകോംപ്രമൈസ് ആയിട്ടുള്ള ആക്ഷനിലൂടെയാണ്. എന്നിട്ട് ഞാൻ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കറിയാം ഞാൻ 1% മാത്രമേ എത്തിയിട്ടുള്ളൂ. പണ്ട് യേശുദാസ് പറഞ്ഞൊരു കഥ പോലെയാണ്, കടൽ തീരത്ത് നിൽക്കുന്ന ഒരു സാധാരണ ഒരു പയ്യനെ പോലെയാണ്. കടൽ എത്രയോ വിശാലം. അപ്പൊ അതിന്റെ മുമ്പിൽ നിൽക്കുന്ന 1% പോലും നമ്മളിൽ എത്തിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്താൻ പൂർണ്ണമായി സന്നദ്ധമാണ്, പൂർണ്ണമായും സറണ്ടറാണ്. ആ ദൈവീകതയുടെ മുൻപിൽ, ആത്മീയമായ ദൈവീകതയുടെ മുമ്പിൽ എങ്ങനെ വേണമെങ്കിൽ എന്നെ
നമ്മൾ ബ്രെയിനിനെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണെന്ന്. എന്റെ ബ്രെയിനിനെ എങ്ങനെ വേണം, നമുക്ക് ബ്രെയിനിനെ എങ്ങനെ വേണേലും വളച്ചെടുക്കാം എന്നുള്ള ആ മനസ്സിലാക്കൽ പോലെ തന്നെ ഞാൻ അവിടെ അർപ്പിച്ചത് എങ്ങനെ വേണേലും വളച്ചെടുത്തോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഒരു കണ്ടീഷനും ഇല്ല, ആരോടും ഒന്നിനോടും ഒരു കണ്ടീഷനും ഇല്ല. എല്ലാവർക്കും നിരന്തരമായി നൽകാൻ എൻ്റെ കയ്യിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ സാധനത്തിന്റെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. എന്റെ കയ്യിൽ എല്ലാവർക്കും നൽകാൻ ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ടൈപ്പ് ചെയ്തോളൂ എന്താണെന്നുള്ളത്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം അത് ഈ ഇവിടുന്ന് പോകുമ്പോഴും ഇനി എപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒരു യോഗം ഉണ്ടായാലും ഇത് നൽകുക തന്നെ ചെയ്യും. അത് നിരന്തരമായി നൽകിക്കൊണ്ടേയിരിക്കും. അല്ല, ആ സാധനത്തിന്റെ പേര് ഇതല്ല, ആ സാധനം അതിന്റെ റിസൾട്ടാണ്. ഞാൻ നൽകുന്ന ഒരു സാധനത്തിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നൽകുന്ന യഥാർത്ഥ സാധനം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല, യെസ്, യഥാർത്ഥത്തിൽ നമ്മുടെ ശരിയായ എന്റെ ശിഷ്യയ്ക്ക് ശരിക്കും മനസ്സിലായി എന്താണ് യെസ്. കൃത്യമായും അവർക്കൊക്കെ മനസ്സിലാവും. അൺ എന്നും കൂടി ചേർക്കണം അതിന്. അൺകണ്ടീഷൻ ലവ് എപ്പോഴാണോ നമുക്ക് നൽകാൻ സാധിക്കുന്നത് അപ്പോഴവിടെ എനർജി ഉണ്ടാവും, അപ്പോഴവിടെ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും, അപ്പോഴവിടെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും, അപ്പോഴവിടെ തിരിച്ചറിവുണ്ടാവും, അപ്പോഴവിടെ ഹാപ്പിനെസ് ഉണ്ടാവും. അൺകണ്ടീഷനിലായിരിക്കണം. കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസിനും കണ്ടീഷൻ, 1 കിലോ ഹാപ്പിനെസ്, 1 കിലോ ഊർജം, 1 കിലോ ഇത് അപ്പൊ ഇന്ന് കോരിയെടുക്കാൻ പറ്റുന്ന കിലോ കണക്കിൽ തൂക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ എന്നാണോ നമ്മുടെ മനസ്സ് നിറഞ്ഞ അൺകണ്ടീഷണലായിട്ടുണ്ടാകുന്നത് അവിടെ ഇതെല്ലാം സാധ്യമാണ് എന്ന് മാത്രം. അത് മാത്രമേ എൻ്റെ കയ്യിൽ നൽകാനുള്ളൂ. അത് ഞാൻ നൽകിക്കൊണ്ടേയിരിക്കും. ആര് വന്നാലും ഒരുപോലെയാണ് എല്ലാവർക്കും നൽകാൻ എൻ്റെ കയ്യിൽ സർവേശ്വരൻ ഏൽപ്പിച്ച ആ സാധനം കൃത്യമായി നൽകുന്നുവെന്ന് മാത്രം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുള്ള ഇന്നത്തെ ഹാപ്പിനെസ്സും കൂടി കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2-3 കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്. അത് പറയാൻ മറന്നു പോവാതെ സൂക്ഷിക്കണം. കാരണം ക്ലാസിന്റെ ഇടയിൽ അവസാനം പറയാൻ വന്ന പ്രധാന കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു പതിവ് ഉണ്ട് ഇപ്പോ. അതുകൊണ്ട് ഉടനെ തന്നെ പറയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും. ഒന്ന്, നമ്മുടെ നിങ്ങൾ പറഞ്ഞു തൃശ്ശൂർ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞു. അതിന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതില്ല. ഇനി നിങ്ങളാണത് ചെയ്യേണ്ടത്. എന്റെ റോള് കഴിഞ്ഞു, ഞാൻ റെഡിയാണ്. ദിവസം അങ്ങോട്ട് വരാനുള്ള ദിവസവും ഞാൻ പറഞ്ഞു, ഏപ്രിൽ 6-ാം തീയതി വരാൻ ഞാൻ റെഡിയാണെന്നുള്ള കണ്ടീഷൻ പറഞ്ഞു. ബാക്കി എന്നെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എങ്ങനെ വേണേലും പ്ലാൻ ചെയ്തോളൂ. നിങ്ങൾ എല്ലാവരും വരൂ, എത്ര പേര് വരുന്നു, എങ്ങനെ വേണം, എന്ത് വേണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കും. അത് പൂർണ്ണമായും നിങ്ങൾക്കാണ് വിട്ടു തന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രോഗ്രാമും വിജയിപ്പിക്കുന്നത് ഞാൻ അവിടെ വരുന്നു, കുറച്ച് സംസാരിക്കുന്നു, ബാക്കിയെല്ലാം അവിടെ പങ്കെടുക്കുന്ന ഒരു വിജയമാണ്. അതുപോലെ തന്നെ അതിന്റെ രീതിയിൽ നടക്കുക. നിങ്ങൾ വേണ്ടതൊക്കെ അഡ്മിനുമായി ബന്ധപ്പെട്ടെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവാതെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന വിഷയം, എന്തുകൊണ്ട് പണം നമ്മളിൽ എത്തുന്നില്ല എന്നുള്ള 10 സീക്രട്സ് ഓഫ് മണി എന്ന് പറയുന്ന ചെറിയൊരു തുക മേടിച്ചുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ക്ലാസ്. 10 കാര്യങ്ങൾ നിങ്ങളുടെ ഹിപ്നോസിസ് തലത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒരു 10 കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ 10 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന വിഷയം പൂർണ്ണമായി നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും അതിന്റെ ഫുൾ ക്ലാസ് റെഡിയാക്കിയൊക്കെയാണ്. അപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ മേടിക്കുന്നുള്ളൂ. അത് അഡ്മിന് ബന്ധപ്പെട്ട് ചേരേണ്ടവർ എത്രയും പെട്ടെന്ന് ചേർന്നു അത് മനസ്സിലാക്കുക. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ പഠിച്ച പല ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ജീവിതം മാറുന്നത് കാണാൻ പറ്റും. ഇത് ശ്രദ്ധിക്കുക. അത് പ്രാക്ടീസ് ചെയ്തെടുത്തവർക്ക് ജീവിതം മാറ്റം ഉണ്ടാക്കും എന്നുള്ള ഒറ്റ കാര്യം മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആരും അമാന്തിക്കണ്ട, എത്രയും പെട്ടെന്ന് അതിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ജോയിൻ ചെയ്യുന്നതും വീണ്ടും പറയണു, ജോയിൻ ചെയ്യുന്നതിലല്ല കാര്യം, അത് പ്രാക്ടീസ് ചെയ്യുക, അത് മനസ്സിലാക്കുക. എന്നാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ റെഡി ആയെന്ന് തുടങ്ങും. ഞാനൊരു മാജിക്കൽ നമ്പർ ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ആ മാജിക്കൽ നമ്പർ, ഏഞ്ചൽ നമ്പർ റീച്ച് ആയ ഉടനെ തുടങ്ങുന്നതായിരിക്കും. ബാക്കിയുള്ള നിങ്ങൾക്ക് വിട്ടേക്കും. ആ നമ്പർ എപ്പോ ആക്കണം നിങ്ങൾക്ക് എല്ലാവരും ചേർന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് എത്രയും ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും അതിന് സാമ്പത്തികമായിട്ടുള്ള കുറെ സമയമൊന്നും എടുക്കില്ല. അതുപോലെ തന്നെ ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ, അമേസിങ് സ്റ്റുഡൻസ് ആണ് എനിക്കതിൽ കിട്ടിയത്, പറയാതിരിക്കാൻ പറ്റില്ല.
അങ്ങനെ ഒരു ക്ലാസ് ഞാൻ ആഗ്രഹിച്ചതാണ്. എത്രയോ കാലങ്ങളായി ഇങ്ങനെ ആ ക്ലാസ് ഉണ്ടാക്കിയിട്ട് കാത്തു സൂക്ഷിച്ചു വെച്ച, നിധി കാക്കുന്ന ഭൂതം പോലെ ആരോടും പറയാതെ ഞാൻ അവിടെ എടുത്തു വെച്ച ഒരു ക്ലാസ് ആയിരുന്നു. പലപ്പോഴും പറയും കൊടുക്കണം എന്ന് കരുതി, പിന്നെ ഇവിടെ പറയാതെ പോകും, പിന്നെയും കൊടുക്കണം എന്ന് തോന്നി, പിന്നെയും പറയാതെ പോകും. അങ്ങനെ എടുത്തു വെച്ച ക്ലാസ് ഇന്ന് അതിനകത്ത് വന്ന ആൾക്കാർ, ഹാൻഡ്സ് ഓഫ് യു, ഐ പ്രൗഡ് ഓഫ് യു, ആ അവർ സ്റ്റുഡൻസിനോട്. കാരണം അത്ര നല്ല പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. ഒരു ക്ലാസ് പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം. അവർ കൃത്യം പറഞ്ഞു അതേപോലെ അത് കണ്ടിട്ട് ഇപ്പോ ജേണി ടു ഹാപ്പിനെസ് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഏറെ സന്തോഷം നൽകുന്നു എനിക്ക്. കാരണം ഒരു ടീച്ചർ, ഗുരു എന്ന രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പോലെ പഠിച്ചിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കേൾക്കുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. അല്ലാതെ നിങ്ങൾ മറ്റൊന്നും അല്ല. അത് പഠിച്ച് നിങ്ങൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സന്തോഷമാണ്. ബാക്കി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും അതുപോലെ ഒന്ന് ശ്രമിക്കാൻ നോക്കുക. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഇന്നലത്തെ ഫുൾ മൂൺ മെഡിറ്റേഷന്റെ റിസൾട്ടും അതിനു മുമ്പത്തെ 2020 മെഡിറ്റേഷൻ റിസൾട്ടും ഒന്ന് പലരും കേൾക്കാം. ഭയങ്കര ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത്. കാരണം അത്രയും സന്തോഷമാണ് ഇതിനകത്ത് ഉണ്ടായത്. നിങ്ങൾക്ക് ഫുൾ എനർജിയോട് തന്നെ പറയുക, മറ്റുള്ളവർക്കും അത് ഗുണകരമാവട്ടെ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്വിക്കായിട്ട് ചില കാര്യങ്ങൾ നടക്കാം. ഇനിയിപ്പോ അഥവാ ഇന്നത്തെ ക്ലാസ് നമുക്ക് സമയപരിമിതി, കാരണം നമുക്ക് ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് അഥവാ നമുക്ക് സമയപരിമിതി ഉണ്ടായാൽ, മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയപരിമിതി ഉണ്ടായാൽ, ഇതിന്റെ ക്ലാസ് ഞാൻ നാളെ രാവിലേക്ക് യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് വീഡിയോ ആക്കി തരാം, ഉറപ്പാണ്. കാരണം ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു പോവാം, പിന്നെ മറന്നു വേണ്ട. വേറൊരു കാര്യം, ഇപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന ഈ ക്ലാസിന്റെ, അതായത് ഈ ഒരു വിഷയത്തിന്റെ മേലിൽ ഒരു മെഡിറ്റേഷൻ വിത്ത് അതിനെ ക്യൂർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ്, അതായത് ഈ ഈ ഒരു സാധനത്തിൽ, ഇപ്പൊ ഇന്ന് ചെയ്യുന്ന ഒരു സാധനത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ മാനസികമായ ഒരു അവസ്ഥയെ ഇന്ന് കണ്ടുപിടിക്കപ്പെടും. ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന്. ആ അവസ്ഥയെ മാറ്റാനുള്ള ഒരു ടെക്നിക്ക്, നിങ്ങൾക്ക് കുറെ ടെക്നിക്കുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ, കല്ല് അങ്ങനെയുള്ള കുറെ ടെക്നിക്കുകൾ പഠിച്ചല്ലോ. അതുപോലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഇന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആരും അത്തരം ടെക്നിക്കുകൾ പഠിപ്പിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ആ ടെക്നിക്കൽ പഠിപ്പിക്കുന്ന സൺഡേ ഒരു വെബിനാർ ഉണ്ടായിരിക്കും. ഫുൾ ടൈം ഒരു സമയം രാത്രി ആയിരിക്കില്ല, 3, 4 മണി 5 മണി അങ്ങനെ സമയമായിരിക്കും തോന്നുന്നു. ടൈം ഫിക്സ് ചെയ്യാം. അതിന് തയ്യാറായിക്കൊള്ളുക. അത് പങ്കെടുക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ പങ്കെടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും പറ്റുമെന്ന് തോന്നില്ല. കാരണം ഈ ഒരു സാധനം കൂടുതലുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ല അതിനകത്ത്. അങ്ങനെയുള്ളവർ തയ്യാറായിക്കൊള്ളുക. അതിന് അഡ്മിന്മാർ നിങ്ങളെ പോസ്റ്റ് ഇട്ട് സംസാരിക്കും. മറ്റേ ക്ലാസ് അല്ലാതെ ഒരു ടെസ്റ്റ്, ഇപ്പോൾ നടത്തുന്ന ടെസ്റ്റിൽ വന്നവർക്കുള്ള ഒരു കിടിലം ടെക്നിക്ക് പഠിപ്പിക്കാൻ പോവുകയാണ്. അത് ഞായറാഴ്ച ആയിരിക്കും എന്ന് ഇപ്പൊ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ ഞായറാഴ്ച രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ അനുഭവം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. താങ്ക് യു. പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ഓപ്ഷൻ ഇട്ടിട്ട് പറഞ്ഞു. യാ, സാറേ പറഞ്ഞോളൂ. ലതിക മോഹൻ പറഞ്ഞോളൂ. എനിക്കെന്ന് പറഞ്ഞാല് 2 മെഡിറ്റേഷനും വളരെയധികം ഞാൻ ആസ്വദിച്ച് ചെയ്ത ആളാണ്. 2020 ആണെങ്കിലും അതുപോലെ തന്നെ ഫുൾ മൂൺ മെഡിറ്റേഷനും രണ്ടും നല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ ശരിക്കും ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ അതുപോലെ സാറിനെ ആദ്യമായിട്ട് ഞാനിപ്പോ 3 മാസേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. സാറിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടു. അങ്ങനെ ഞാൻ പിന്നെ ആദ്യമായിട്ട് പിന്നെ ഈ കോഴിക്കോട് പ്രോഗ്രാമിന്റെ ഒരാഴ്ച മുമ്പാണ് ഞാൻ വീഡിയോ കാണുന്നത്. അങ്ങനെ കണ്ട് സാറിന്റെ കോഴിക്കോട് പങ്കെടുത്തു, തിരുവനന്തപുരം പങ്കെടുത്തു. പിന്നെ സാറിന്റെ മെഡിറ്റേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ദിവസവും ഇവിടുന്ന് ചെയ്യാറുണ്ട്. അന്ന് ആ കോഴിക്കോട് അന്ന് മുതൽ അവിടുന്നാണ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. പനിയായിട്ട് പോലും ഞാനത് ചെയ്തു. അതിന്റെ ഫലം എനിക്ക് കാണാനുണ്ട്. സാറിന്റെ കൂടെ കൂടിയ പിന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി എനിക്കുണ്ട്, എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ സാറിനോട് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാല് 2-3 ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ ചിലര് വിളിച്ചിട്ട് നിങ്ങളത് വന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട്, ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ അത് വന്ന് വാങ്ങിച്ച എന്റെ കയ്യിലുണ്ട്. ഞാൻ ചില ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല.
ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വന്ന് വാങ്ങിക്കോ, വീട്ടിലുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് തരുന്നു. അങ്ങനെ പിന്നെ എന്താന്ന് വെച്ചാൽ സാറിന്റെ ഈ മെഡിറ്റേഷൻ ഞാൻ ആരംഭിച്ച മുതല് ഞാൻ ഒരുപാട് ചെടികൾ കെയർ ചെയ്യുന്നയാളാ. ഞാൻ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് പൂക്കള് ചെടികളും മുറ്റം നിറച്ചും പൂത്ത് നിൽക്കുമ്പോ എനിക്ക് മനസ്സിന് ഹാപ്പി എന്ന് പറഞ്ഞാല്, ഞാൻ ആദ്യം ദിവസവും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം എനിക്കറിയില്ല. ഞാൻ ഏതോ ലോകത്തായി ഇപ്പൊ സത്യം പറഞ്ഞാല്. എങ്ങനെയാ സാറിനോട് നന്ദി പറയണ്ടേ എനിക്കറിയില്ല. സത്യം പറഞ്ഞ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും അനുഭവിക്കാതെ പല തലങ്ങളിലൂടെയും കടന്നുപോയ ഒരുപാട്, ഞാൻ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തരലില്ല. എന്നാലും തന്നെ എനിക്ക് കരച്ചില്, ദിവസവും കരച്ചിലായിരുന്നു. പക്ഷെ ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി പിന്നെ സാറിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പിന്നെ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിന് ഒരുപാട് നന്ദി, നന്ദി, ഒരുപാട് നന്ദി. നന്ദി, എനിക്കും അത് നന്ദി. തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെയാണ് എന്റെയൊക്കെ ഏറ്റവും സന്തോഷം. അതിന് വേറെ നന്ദി ഞാൻ നിങ്ങൾക്ക് അറിയിക്കാൻ, നന്ദി, നന്ദി, നന്ദി മാത്രമേ പറയാനുള്ളൂ. എല്ലാം സർവേശ്വരന്റെ കടാക്ഷത്താൽ എല്ലാവർക്കും ഭംഗിയായി മാറട്ടെ, എല്ലാവർക്കും ഇതുപോലെ പറയാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. ആ മെഡിറ്റേഷൻ ഏകദേശം 40,000 35,000 ആൾക്കാർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. അപ്പൊ അത്രയും മാറ്റം ഉണ്ടാക്കാൻ അത്രയും ആഗ്രഹിച്ചാണ് മെഡിറ്റേഷൻ പ്രിപ്പയർ ചെയ്തത്. അത്രയും മനസ്സിലേക്ക് ഓരോ ആളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എത്രയോ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്തത്. സന്തോഷം, ഹാപ്പിനെസ് മെഡിറ്റേഷൻ എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. നിങ്ങളെപ്പോലെ എല്ലാവർക്കും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പറയാൻ സാധിക്കട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥന. ഓക്കെ, താങ്ക് യു. സാർ സുചിത്ര പറയാണ്ട് പറഞ്ഞു. സത്യഭാമ സാർ പറയട്ടെ സാർ. പറഞ്ഞു. ഇന്നലത്തെ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാർ. അത്രയും സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. ഓഹോ, എനിക്ക് അതിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പുറത്തു പോയിരിക്കായിരുന്നു. എനിക്ക് പെട്ടെന്ന് വന്ന് പൈസ അടച്ച് അതിൽ ചേർന്നു. അതിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് മനസ്സിന് ഇത്ര സന്തോഷം പറയാനില്ല. പിന്നെ അത് മാത്രമല്ല, സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ പഴയ സത്യഭാമയല്ല, ഞാൻ സന്തോഷവതിയാണ്. എപ്പോഴും മക്കളുടെ കാര്യത്തിലായാലും മകന് നല്ല ജോലിയിലും അതെങ്ങനെയാ ഇപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം കൊണ്ടും സന്തോഷം മാത്രമാണ് സാർ. അതിന് സാറിനും സാറിന്റെ കുടുംബത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്ര സന്തോഷമുണ്ട്. നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം. കാരണം താങ്ക് യു സാർ. ഒരാൾക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ കുടുംബം മൊത്തം അതിന് മാറ്റപ്പെടുന്നു. ഇവൻ കൊച്ചുകുട്ടി മോളടക്കം വന്ന് കാലിക്കറ്റ് പ്രോഗ്രാം വന്നു പോകുമ്പോൾ അവളെ മുഖത്തുണ്ടായ സന്തോഷം അടക്കം ഞാൻ കണ്ടതാണ്. സ്മിതയുടെ മക്കളായാലോ നിങ്ങൾക്കായാലോ മറ്റുള്ളവരായാലോ ഏറെ അങ്ങനെ ആയിരിക്കണം. ഒരു കുടുംബം ഒരുപോലെ മാറുന്നത് കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിക്കുന്നത് കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറിന്റെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇനിയും മാറി മാറി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സന്തോഷം. താങ്ക് യു സാർ. എല്ലാവർക്കും മാറ്റം ഉണ്ടാകാൻ സാധിക്കട്ടെ. സുചിത്ര പറഞ്ഞു. ആ ഉത്തരം മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്താലും ഗുണവും ദോഷവുമായി മാറും. ചില ആൾക്ക് ദോഷമായി മാറും, ചിലവർക്ക് പൂർണ്ണമായി ഗുണമായി മാറും, മറ്റു ചിലർക്കൊന്നും സംഭവിക്കില്ല. ഇതിന്റെ യഥാർത്ഥ അവസ്ഥ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടേതാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇത് ദയവ് ചെയ്ത് നിങ്ങളോട് റിക്വസ്റ്റ് ആണ്, ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇല്ലാതിരുന്നിടത്തോളം കാലം നമുക്ക് സാധിക്കില്ല എന്നുള്ളത്. ഞാൻ മുഴുവൻ ക്ലാസ്സിലും പഠിപ്പിക്കുന്നത് നമ്മുടെ ഏതോ ഒന്നിനെ നമ്മൾ മാറ്റപ്പെടുത്തുമ്പോൾ മാത്രമേ ഗുണകരമായി മാറുള്ളൂ എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ക്ലാസ്സാണ്. സമയം കുറച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് റെഡി ആവുന്നവർ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. നമ്മുടെ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. അതുപോലെ തന്നെ ഇന്ന് 2-3 കാര്യങ്ങളിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. പെട്ടെന്ന് റെഡി ആയിക്കോളൂ. കമോൺ. കഴിഞ്ഞ ആഴ്ച നമുക്ക് വീണ്ടും വളരെ ഫെബ്രുവരി മാസം നാളെ അല്ലേ നമ്മൾ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലെ. അപ്പൊ അതിന്റെ ഗിഫ്റ്റുകളൊക്കെ വരാനുണ്ട്, പലതും കിട്ടാനുണ്ടെന്നൊക്കെ ഇവിടെ പലരും അല്ലെ, മറക്കണ്ട. പല വാലന്റൈൻസും വരുന്നുണ്ട്. ഓക്കെ,
ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ നമുക്ക് ആസ്വദിക്കുക. നിങ്ങളിപ്പോ എല്ലാവരോടും ഒറ്റ റിക്വസ്റ്റ്, നിങ്ങളൊന്ന് ചിരിക്കാൻ ഇപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാനിവിടെ ചിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ചിരിക്കാൻ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ചിരി എല്ലാവരും. കമാൺ കമാൺ, ഒന്നുകൂടി. പോരാ പോരാ, പിടിച്ചു നിൽക്കുന്ന രഞ്ജൻ സാറേ, ഒന്ന് മുഖത്തൊരു മാറ്റം വരട്ടെ, ഭാവമാറ്റം വരട്ടെ, ചിരി പോരട്ടെ. യെസ് യെസ്, നാണം കുരുങ്ങുന്ന ചിരികള്. രാധമ്മ ചിരിച്ചോ, ധൈര്യപൂർവ്വം ചിരിച്ചോ, ഒരു വിഷയം വേണ്ട, അൺകണ്ടീഷണലായി ചിരിച്ചോ. അങ്ങനെ ചിരിക്കാൻ എങ്ങനെ കൊണ്ട് സന്തോഷ് സാറേ നോക്കും, നമ്മുടെ കുമാർ സാറൊക്കെ ചിരിക്കുന്ന പോലെ ചിരിക്കും. സാറ് പിടിച്ചു വെക്കരുത്. ചിരി നമ്മുടെ ഏറ്റവും വലിയ ഔഷധമാണ്. കണ്ട സിബി സാറൊക്കെ ചിരിക്കുന്ന കണ്ടോ? ആലീസെ ചിരിച്ചേ, ആലീസെ കമോൺ, ലെറ്റ്സ് ഹാവ് എ സ്മൈൽ, ലാഫ് യുവർ സെൽഫ്, കമോൺ. യെസ് യെസ് യെസ്. പിടിച്ചു നിൽക്കണ്ട സുധാകരമ്മ, അതെല്ലാവരും കണ്ടോട്ടെ. ചിരി നല്ല ഔഷധമാണ്. അതിന് ഞാൻ ചിരിക്കുന്നു, പക്ഷെ പുറത്ത് കാണിക്കില്ലെന്നും വേണ്ട, പുറത്ത് തന്നെ വരട്ടെ. ഞാൻ നേരത്തെ പ്രമീളയോട് ചോദിച്ചാണ്, എന്താ പ്രമീള ഒരു ചിരി പോലും വരാത്തത്? ഇപ്പൊ പ്രമീള മുഖത്തേക്ക് വന്നു, ചെറിയൊരു രക്തഓട്ടമൊക്കെ മുഖത്ത് വന്നു. ഇത് വളരെ അപൂർവമാണ്. സാറ് സജീവ് സാറിനും ചിരിക്കാട്ടോ, ഒരു പ്രശ്നമില്ല സാറേ, ആരും ചിരിച്ചോ, ഞാൻ ധൈര്യപൂർവ്വം ചിരിച്ചു. യു ക്യാൻ ഡു. ചിരി വളരെ ഔഷധമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. എന്റെ ക്ലാസ്സിലുള്ള എല്ലാവരും നല്ല 201 ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്ന് ചിരിക്കുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യം. ഈ ചിരിയോടുകൂടി ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുമ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോയ ടെസ്റ്റ് അങ്ങ് ഫെയിൽ ആകുമെന്നുള്ള ആദ്യം തന്നെ പറയാണ്. കാരണം ആ ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ ചിരിക്കാതെ നിങ്ങളെ കുറച്ച് കരയിപ്പിച്ചുകൊണ്ട് എടുക്കേണ്ട ടെസ്റ്റ് ഞാൻ നേരെ തിരിച്ചാണ് എടുക്കാൻ പോകുന്നത്. നോക്കിക്കോ, എന്റെ എല്ലാം ഒരു അവസ്ഥയെ എന്നെ പഠിപ്പിച്ച സൈക്കോളജിസ്റ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു പറഞ്ഞു, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ നീ അവിടെയൊക്കെ ഒരു പ്രതലമൊക്കെ സൃഷ്ടിക്കണം, എന്നിട്ട് മാത്രമേ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയണം. ഓക്കെ, എന്തായാലും ശരി, നല്ല കാര്യമായി മാറട്ടെ. അപ്പൊ എല്ലാം സന്തോഷമാണല്ലോ. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ജീവിതത്തിന് മാറ്റപ്പെടുത്താനായിട്ട് നമുക്ക് വേണ്ടത് നിലവിലുള്ള അവസ്ഥയെ നല്ലതോ ചീത്തയോ എന്നറിയുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെ? അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എങ്ങോട്ടാ, ഞാൻ എവിടെ നിൽക്കുന്നു എന്നറിയാതെ പോയാൽ എങ്ങോട്ട് പോകാൻ പറ്റും? ലെഫ്റ്റിലോട്ട് പോകണോ, റൈറ്റിലോട്ട് പോകണോ, കിഴക്കോട്ട് പോകണോ, പടിഞ്ഞാറോട്ട് പോകണോ? ഇത് പോകണമെങ്കിൽ ആദ്യം ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണ്, ഇവിടുന്ന് കിഴക്ക് എങ്ങോട്ടാണ്, പടിഞ്ഞാറ് എങ്ങോട്ടാന്ന് അറിയട്ടെ. അപ്പൊ പറയും, സാറ് ഞാൻ കിഴക്കോട്ട് പോകുന്നില്ല. അതല്ല, ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു തന്നേ ഉള്ളൂ, കിഴക്കോട്ടും പടിഞ്ഞാറോട്ട് പോകാനല്ല പറഞ്ഞത്. എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അൺമ്യൂട്ട് ചെയ്തു. അല്ല സാറ് ആദ്യം ചോദിച്ച കിഴക്കോട്ടോ പടിഞ്ഞാറോ, അതിപ്പോ ഞാനിങ്ങനെ കിഴക്ക് എങ്ങനെ കണ്ടുപിടിക്കും, പടിഞ്ഞാറ് എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ ചോദ്യം ചോദിക്കരുത്. അതല്ല പറഞ്ഞത്. ഇപ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് മാറ്റം ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റും. ശ്രീരാഗ, നീ ഇവിടുന്ന് അങ്ങനെ ചിരിച്ചോടാ, നിനക്കിപ്പൊ ചിരിക്കാൻ പറ്റിയ സമയമാണ്. നിന്റെ അടുത്ത മാസം റിസൾട്ട് വന്നിട്ടാണ് നിന്റെ ചെവി ഞാൻ പൊന്നാക്കും. അത് മാത്രം ഓർത്താ മതി. +2 പഠിക്കുന്നവനാണ്, അതുകൊണ്ട് അവൻ ഇപ്പൊ ചിരിക്കും. റിസൾട്ടിലാണ് നിന്റെ കാര്യം ഇരിക്കുന്നത്, മറക്കണ്ട. ഓക്കെ, പിള്ളേരോട് എങ്ങനെ പറയാൻ പറ്റും? നീ ഇപ്പൊ ചിരിച്ചോ, അതൊന്ന് ടെസ്റ്റ് നടത്തിക്കോട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ പലരും പറഞ്ഞില്ലേ സാറേ എനിക്ക് വലിയ മാറ്റം ഉണ്ടായില്ല, എനിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ട് കാരണങ്ങൾ. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന എന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയ കോഴ്സിന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ഈ സംസാരിക്കുന്നിടത്തിലൊന്നും അവരില്ല. അവരോട് പോയി 50-60 ആൾക്കാരുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ എവിടെ പോയി? അല്ലെ ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നവരെ അൺമ്യൂട്ട് ചെയ്തൊന്നും പറയാനില്ല. ഇവരെവിടെ പോയി? സോൾ മാനിഫെസ്റ്റേഷന്റെ ആൾ വായി തുറക്കണേ ഇല്ല. ഇവരെവിടെ പോയി? ഇവർക്ക് എന്താ, എന്ത് പറ്റിയവർ? ഞാൻ തന്നെ എഴുതി ചിലപ്പോൾ ആലോചിക്കുന്നത്, എന്ത് പറ്റിയവർക്ക്? വിഷയം ഇതേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ മാറ്റപ്പെടുത്താൻ തുടങ്ങുന്നത്, അത് ഇന്ന് രാധമ്മ പറഞ്ഞ് കൃത്യമായി പറഞ്ഞു വെച്ചതിനകത്തുണ്ട്. എപ്പോഴാണോ നിങ്ങളെ മാറ്റപ്പെടുത്താൻ കൃത്യമായി തുടങ്ങി വെക്കുന്നത്, അപ്പോൾ മുതൽ പിന്നെ നിങ്ങൾക്ക് പരാതികൾ പറയാനില്ല, പരിഭവങ്ങൾ പറയാനില്ല. ഇത് രണ്ടിലല്ലേ നമ്മൾ വായി തുറക്കുന്നുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ മൗനാണല്ലോ. ആകെ 2 കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ വായി തുറക്കാറുള്ളൂ, അല്ലെ? ഇതുവരെയുള്ളവരല്ല ഈ ക്ലാസ്സിൽ പൊതുവെ പറയുന്നതാണ്. ഈ ക്ലാസ്സിലെത്തവർ വളരെ കുറവാണ്. 2 കാര്യങ്ങൾക്കാണ് വായി തുറക്കുന്നത്. ടൈപ്പ് ചെയ്തേ, നമ്മൾ വായി തുറക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് പറഞ്ഞു നോക്കി. 2 കാര്യങ്ങൾക്കാണ് നമ്മൾ പൊതുവെ വായി തുറക്കുന്നത്. ആരുമില്ലേ? എല്ലാവർക്കും അറിയാലോ.
ഇപ്പല്ല, കുറച്ച് ദിവസം മുമ്പേ നിങ്ങൾ എന്തിനായിരുന്നു രണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങി തന്നു. ഒന്ന് ഫുഡ്, അത് നിർബന്ധമാണ്, അത് യാതൊരു കോംപ്രമൈസും ഇല്ല, അതിൽ ആർക്കും കോംപ്രമൈസ് ഇല്ല. ആ, രണ്ട് കാര്യങ്ങൾക്കാണ്, ഫുഡ് കഴിക്കാനും പരാതി പറയാനുമാണ് പൊതുവെ വായ തുറക്കുന്നത്. അപ്പോൾ കുറ്റം, പരാതി, പരിഭവം ഇതൊക്കെ പറയാനാണ് വായ തുറക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഫുഡ് കഴിക്കാനാണ്. അപ്പൊ ജേർണി ടു ഹാപ്പിനെസ്സിലൊക്കെ കാശ് വന്നവർക്ക് പിന്നെ ഇത് പറയാനില്ല, ഈ സാധനം ഇല്ല, പറ്റിപ്പോയി ഈ സാധനം, പിന്നെ അവർക്ക് ഒന്നും പറയാനില്ല. പിന്നെ അതുമാത്രമല്ല, ആന്തരികമായ മാറ്റം തുടങ്ങുമ്പോൾ പിന്നെ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതെ ആവുന്നു. പിന്നെ പരാതി മാത്രമല്ല, 100 പറയേണ്ടടുത്ത് 10 പറയും. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രാഥമികമായ വിജയം. ആന്തരികമായ മൗനത്തെ പറ്റി പലപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അത് സംഭവിക്കുന്നതുകൊണ്ടാണ് പറയാനില്ല. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും എങ്ങനെ കണ്ടെത്താം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റം ഉണ്ടാക്കണമെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ടൈപ്പ് ചെയ്ത കമന്റ് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൈറാബാന് പറഞ്ഞു, ഞാൻ വായി തുറക്കുന്ന രണ്ട് കാര്യങ്ങൾക്ക്, ഒന്ന് നല്ലത് പറയാനും ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് സന്തോഷം. അപ്പോ നമുക്ക് നെഗറ്റീവിന്, സുധക്ക് നല്ലാണ്ട് ഉറക്കം വരുന്നു അല്ലെ? എന്നാ ഉറങ്ങിക്കോ, സന്തോഷപൂർവ്വം ഉറങ്ങിക്കോ. എന്തപ്പോ നാളെ കാണാമല്ലോ യൂട്യൂബിൽ വീഡിയോ. പോയി കിടന്ന് ഉറക്കം വന്ന് അപ്പൊ കിടന്നുറങ്ങും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെല്ലാവരും പറ്റിച്ച് കിടന്നുറങ്ങിയില്ലേ? മെഡിറ്റേഷൻ രാവിലെ ഞാൻ വന്നു നന്നായിട്ട് കിടന്നുറങ്ങി, നിങ്ങൾ എല്ലാവരും എന്നെ കാത്തിരുന്നു. അങ്ങനെ എന്റെ വേല നിങ്ങൾ മനസ്സിലാക്കട്ടെ. ആ ഉറങ്ങിപ്പോയി, സത്യം പറഞ്ഞ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങുമ്പോ രാധികയോട് കിടന്നുറങ്ങിപ്പോയി. പിന്നെ ഇവൾ എന്റെ കൂടെയുള്ള ആള്, ഞാൻ എപ്പോ എഴുന്നേറ്റ് അപ്പൊ മാത്രമേ എഴുന്നേക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉറങ്ങി, അവള് ഉറങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് മെഡിറ്റേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. എനിക്കത് തോന്നുന്നില്ല, കാരണം ഇന്നലെ 2 മെഡിറ്റേഷൻ ചെയ്തിട്ട് കിടന്നുറങ്ങിയല്ലേ, സാരില്ലാന്ന് കരുതി ഞാൻ. യെസ്. അപ്പോ നെഗറ്റീവ് എനർജി നമ്മളിൽ ഉള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ തോത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് നമ്മളെ മാറ്റാം. അപ്പൊ എല്ലാവരും പെന്നും പേപ്പറും എടുത്തോ. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഞാൻ 10 ചോദ്യങ്ങൾ ചോദിക്കും. 10 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൽ എത്രത്തോളം നെഗറ്റീവ് ഉണ്ട് എന്ന് കണ്ടെത്തുക. വളരെ ക്വിക്കായിട്ടുള്ള ചോദ്യമാണ്. ചിലപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പാകപ്പിഴകൾ ഉണ്ടാവും, കാരണം വലിയ പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല. ചിലപ്പോൾ ഇന്നത് ക്ലിയർ ആയില്ലെങ്കിൽ നാളെ ഞാൻ യൂട്യൂബ് വീഡിയോയിൽ വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും തരുന്നതായിരിക്കും. കാരണം ഇത് വലിയ പ്രിപ്പറേഷൻ ഇല്ല, പണ്ടെപ്പോഴോ പഠിച്ച ഓർമ്മയിലുള്ള കാര്യം പറയാണ്, ഇന്ന് അതിനു വേണ്ടി തയ്യാറായി വന്നതല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ നേരത്തെ അനുഭവങ്ങളിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് പറയാണ്. അപ്പോൾ നമുക്ക് ഒരു 10 ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാം. 10 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ 10 വരെയുള്ള നമ്പറിലെ ഒരു നമ്പർ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം 1 എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചും 10 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഏത് നമ്പറും ഫിക്സ് ചെയ്യാം. 1 ആണെങ്കിൽ ഏറ്റവും വളരെ കുറച്ച്, അത് വളരെ ലളിതമാണ്. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് അസ്വസ്ഥതയും ക്ഷീണവും അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയും ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ദിവസവും മുഴുവൻ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അസ്വസ്ഥത, ക്ഷീണം, ഒരു ഉഷാറില്ലായ്മ ദിവസം മുഴുനീളം അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, വളരെ റെയർ ആയിട്ടുണ്ടാവും, അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും റെയർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എന്നുള്ള ഒന്നാമത്തെ നമ്പർ എഴുതുക. മുഴുവനായിട്ടും ദിവസം അങ്ങനെ തന്നെയാണെങ്കിൽ 10 എഴുതുക നമ്പർ, അല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൊണ്ട് 8 എഴുതുക, 6 എഴുതുക, ഇങ്ങനെ 4 എഴുതുക, ഇങ്ങനെ വേണമെങ്കിൽ നമ്പർ എഴുതിക്കോളും. അല്ല, ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, ഇവിടെ ടൈപ്പ് ചെയ്തതല്ല, നിങ്ങൾ പുസ്തകത്തിൽ എഴുതണം. അവസാനം കൂട്ടിയിടണം ഈ ഉത്തരങ്ങള്, നമ്പർ എഴുതിയിടണം. നിങ്ങൾക്ക് ഒന്നുകൂടി ഉത്തരം ചോദിക്കാം, എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് അസ്വസ്ഥത, ക്ഷീണം അല്ലെങ്കിൽ ഊർജമില്ലായ്മ ഒരു ദിവസത്തിൽ മുഴുനീളം അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ 10 നമ്പർ. കുറച്ച് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ, കുറച്ചെല്ലാം മനുഷ്യരും അനുഭവപ്പെടും കേട്ടോ, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. അത് 1 അല്ല, കുറച്ചും കൂടി ഉണ്ട് എങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 3. ഇങ്ങനെ എത്ര നമ്പർ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്പർ ഇട്ടോളൂ. ഓരോന്നും പറഞ്ഞ സമയങ്ങളുണ്ട്, 10 എണ്ണവും പറയുമ്പോൾ കുറേ സമയം ബോധമുണ്ട്. ഓക്കെ, എഴുതി വെച്ചു. രണ്ടാമത്തെ ചോദ്യം: ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികളെ കാണുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ? അതായത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ചില വ്യക്തികളെ കാണുമ്പോൾ നിങ്ങളുടെ മാനസിക ശാരീരിക ഊർജത്തിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ? അത് 2 തരത്തിലാണ്. 1 എന്ന് പറഞ്ഞാൽ ചിലവരെ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് സന്തോഷം വരുന്നു, ഊർജം നൽകുന്നു, അവരിൽ നിന്ന് ഊർജം ഞാൻ ഉൾക്കൊള്ളുന്നു എങ്കിൽ 1. അതേപോലെ വളരെ
ആ വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഞാൻ നെഗറ്റീവിനെ പറ്റി ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് പോസിറ്റീവായി എന്നെ ആരും ഉദ്ദേശിക്കേണ്ട. ഇപ്പോ നിങ്ങൾക്ക് നെഗറ്റീവായ ആൾക്കാരെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുമായി ചുറ്റുവെട്ട് നിൽക്കുന്ന നിങ്ങളെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ അനുഭവം. എളുപ്പം പറഞ്ഞ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും എളുപ്പട്ടോ അല്ലെ? നിങ്ങളിപ്പോ ചുറ്റുവട്ടത്ത് നിൽക്കുന്നതല്ലേ. നിങ്ങളെ ഭർത്താവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഊർജം പോകുന്നു, ഊർജം കൂടുന്നു. നിങ്ങളെ ഭാര്യയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഊർജം കൂടുന്നു, കുറയുന്നു എന്നാണ് ചോദ്യം. എളുപ്പത്തിൽ പറയാൻ ഭാര്യ എന്നല്ല. അപ്പൊ അവരോട് വരുമ്പോൾ നിങ്ങൾക്ക് ഊർജം കൂടുന്നുവെങ്കിൽ ഒന്നെന്ന് എഴുതുക. വളരെ ആര് കാണുമ്പോഴേ എനിക്ക് അല്ലെ കയറി വരുമെങ്കിൽ 10 എഴുതുക. ഇത് നിങ്ങളെ വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. അപ്പൊ ഭാര്യ ഇല്ലാത്തവർ എന്ത് ചെയ്യും, ഭർത്താവ് ഇല്ലാത്തവർ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്തെ മാത്രം ഓർത്താൽ മതി. ഓക്കെ. മൂന്നാമത്തെ, നിങ്ങൾക്ക് സ്ഥിരമായി നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവാറുണ്ടോ? അപൂർവമാണെങ്കിൽ 1 എഴുതുക. എപ്പോഴും ഞാൻ അത് തന്നെയാണെങ്കിൽ 10 എഴുതുക. അതിന്റെ ഇടയിലുള്ളവർക്ക് അതിന്റെ ഇടയിൽ എഴുതാം. നിങ്ങൾക്ക് സ്ഥിരമായ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവാറുണ്ടോ എങ്കിൽ, അപൂർവമായിട്ട് എനിക്ക് എപ്പോഴെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ആണെങ്കിൽ 10 എഴുതുക, 1 എഴുതുക. നിരന്തരമായി അത് തന്നെയാണ് എന്റെ മനസ്സിലെങ്കിൽ 10 എഴുതുക. നിങ്ങൾക്ക് പലപ്പോഴായി ദേഹവേദനകൾ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥത, ശാരീരിക ഭാരം എന്നൊക്കെ പറയില്ലേ, നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ടോ? ഹാർട്ട് അറ്റാക്കിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞ, ഒരു വല്ലാത്ത വിമ്മിഷ്ടം ഉണ്ടാവാറില്ല, ഒരു വല്ലാത്ത മാനസികാവസ്ഥ നമുക്കുണ്ടാവും, ശരീരവേദന പോലെയൊക്കെ നമുക്ക് അകത്ത് ഫീൽ ചെയ്യില്ലേ, അത് ഉണ്ടാവാറുണ്ടെങ്കിൽ ഇല്ല വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുന്നുവെങ്കിൽ 1 എഴുതുക. പതിവായി ഇത് തന്നെയാണെങ്കിൽ 10 എഴുതുക. അതിന്റെ ഇടയിലെ നമ്പറുകൾ നിങ്ങൾ എഴുതിക്കൊള്ളൂ കേട്ടോ. ഇതില്ലാത്തവരുണ്ടാവും. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചാണ് ഞാൻ 3, 4 ഒക്കെ എഴുതും കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ മനുഷ്യൻ, മാറ്റം ഉണ്ടാവും. പക്ഷെ മറ്റു ചിലവരൊരു 10 എണ്ണം ഉള്ളതുകൊണ്ട് എപ്പോഴും ഇത് തന്നെയാണ് അയ്യോ എന്ന് പറഞ്ഞ ആൾക്കാരാണ് 10 ആണ്. അപ്പൊ ഇത് എഴുതിക്കോളാം. 5ാമത്തെ ചോദ്യം, മുൻപ് നിങ്ങൾ ആസ്വദിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ? മുമ്പ് നിങ്ങൾ ആസ്വദിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത കാലത്തായി നിങ്ങൾക്ക് താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഓർത്താൽ മതി. 1 എഴുതുമ്പോൾ യാതൊരു മാറ്റവും ഇല്ല, ഞാൻ അങ്ങനെ തന്നെയാണെങ്കിൽ 1 എഴുതുക. താല്പര്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടെങ്കിൽ 10 എഴുതുക. കാര്യം നിങ്ങളുടെ ഏത് കാര്യമായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് അന്യായമായ ഒരു ഭയം അല്ലെങ്കിൽ ഒരു റീസണും ഇല്ലാത്ത ഫിയർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശദീകരിക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ല, പക്ഷെ ഭയങ്കര അസ്വസ്ഥതയാണ്, എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, ഭയങ്കര അസ്വസ്ഥതയാണ്, അത് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ അത് ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്നു എന്ന് പറയാം, അത് 10 ആണ്. അല്ലെങ്കിൽ അപൂർവമായിട്ടാണ് ഉണ്ടായെങ്കിൽ 1 ആണ്. ഇടയ്ക്കിടെ ഉണ്ടാവുന്നെങ്കിൽ ഒരു 4, ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ വരുന്നിട്ടുണ്ട് എങ്കിൽ ഒരു 6, അങ്ങനെയൊക്കെ നമ്പർ ഇട്ടോ. 7ാമത്തെ ചോദ്യം, നിങ്ങളുടെ ശരീരവും മനസ്സും ഒന്നിന് മുകളിൽ മറ്റൊന്നായി അല്ലെങ്കിൽ സമന്വയമില്ലാത്ത അവസ്ഥയിൽ തോന്നാറുണ്ടോ? ശരീരം ഒന്ന് വിചാരിക്കുന്നു, മനസ്സ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, മനസ്സൊന്ന് വിചാരിക്കുന്നു, ശരീരം മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും ഇല്ല, എന്റെ മനസ്സുകൊണ്ട് ഇപ്പൊ സാധിക്കുന്നില്ല സാറേ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. അതുപോലെ നിങ്ങളുടെ ശരീരവും മനസ്സും രണ്ട് തലത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ തീവ്രമായ ഒരു വ്യത്യാസമാണ്, രണ്ടും തീരെ ശരിയല്ലെങ്കിൽ 10 എഴുതുക. ഇല്ല, ഞാൻ നല്ല സമന്വയത്തിലാണ്, ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ശരീരം ചെയ്യും, ശരീരത്തിൽ വിചാരിക്കുന്നത് മനസ്സ് ചെയ്യും എന്ന് പറയുന്ന പോലെയാണെങ്കിൽ 1 എഴുതുക. എട്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ചെറുതും വലുതുമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായ ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നാറുണ്ട്? അല്ലെങ്കിൽ എല്ലാ കാര്യവും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എങ്കിൽ 1 എഴുതുക. ഒട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 10 എഴുതുക. അതിന്റെ ഇടയിൽ ചിലതൊക്കെ നിയന്ത്രിക്കാം, ചിലത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 8 എഴുതുക, അല്ലെങ്കിൽ 6, അതിനനുസരിച്ച് നമ്പർ കൊടുത്തോളൂ, നിങ്ങളുടെ ഓൺ ചോയ്സ്. 9ാമത്തെ ചോദ്യം, നിങ്ങളുടെ മാനസിക നിലയിൽ തികച്ചും അനിഷ്ടമായ വിശദീകരിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ?
അൺ അതായത് പറയാനേ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും അടുത്ത അരമണിക്കൂർ ഞാൻ എങ്ങനെയാന്ന് എനിക്ക് ഒരു പിടിയില്ല. അങ്ങനെയുള്ള അവസ്ഥ. അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ മൂഡ് ഓഫ് ആവും. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മൂഡ് ഓഫ് ആവും. എനിക്ക് തന്നെ അറിയില്ല അടുത്ത 10 മണി സമയമാകുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് ഒരു പിടിയില്ല. മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള അവസ്ഥയാണെങ്കിൽ, അങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിൽ, പലപ്പോഴും ഉണ്ടാവാറുണ്ടെങ്കിൽ 10 എഴുതുക. അല്ലെങ്കിൽ അപൂർവമായിട്ടേ ഉണ്ടാവുന്നു, അപൂർവമായിട്ട് ഉണ്ടാവും കേട്ടോ, മനുഷ്യനുണ്ടാവും. അതുകൊണ്ട് അപൂർവം മാത്രമായിട്ട് ഉണ്ടാവുന്നെങ്കിൽ 1 എഴുതുക. അതിന്റെ ഇടയിലില്ല, ചില സന്ദർഭങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഒരു 8 എഴുതുക. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമെങ്കിൽ 8 എഴുതുക. പൂർണ്ണമായിട്ട് ഉണ്ടാവാറുണ്ടെങ്കിൽ 10 എഴുതുക. അതിന്റെ ഇടയിൽ അങ്ങനെ നമ്പർ. 10ാമത്തെ ചോദ്യം, നിങ്ങളുടെ ശരീരത്തിൽ ഭാരം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്? ശരീരത്തിൽ ഭാരം അല്ലെങ്കിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടോ? സാധാരണ നിലയിൽ ശരീരം ഫുള്ള് ഫ്രീ ആണെങ്കിൽ 1 എഴുതുക. മുഴുവൻ കാലവും ശരീരം ഭാരമായി തോന്നാറുണ്ട് എന്ന്. ശരീരം ഭാരം എന്ന് പറയുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്തില്ലേ, അയ്യോ ഇത് വയ്യ, അതെനിക്ക് പറ്റില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നില്ലേ? അതാണ് 10 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇല്ല, ഞാൻ ഫ്രീ ആണ്, എനിക്ക് ശരീരം ഇങ്ങനെ ഭാരം ഒന്നും തോന്നാറില്ല, ഞാൻ ഓക്കെയാണ്, ഫ്രീ ആണെങ്കിൽ 1. അതിന്റെ ഇടയിൽ നമ്പർ എഴുതുക. ഇനി കൂട്ടി ഇട്ടോളൂ. ഞാൻ എത്ര കിട്ടിയെന്ന് പറയാം. ഞാൻ കിട്ടിയതിന്റെ ഇതും കൂടി പറയാം. 1-നും 10-നും 30-നും ഇടയിൽ, 10 എന്തായാലും കിട്ടുമല്ലോ അല്ലെ? 1 കിട്ടിയാൽ 10 മിനിമം കിട്ടും. എഴുതിക്കൊള്ളൂ അതിന്റെ ബാക്കി. 10-നും 30-നും ഇടയിൽ കിട്ടിയ ആൾക്കാർ. 9 റിപ്പീറ്റ് ചെയ്യണം. 9ാമത്തെ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങളുടെ മാനസിക നിലയിൽ തികച്ചും അനിഷ്ടമായ, വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റം ഉണ്ടാവാറുണ്ടോ? അതായത് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആളല്ല നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എങ്ങോട്ട് മാറുന്നു എന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. അതിന്റെ അവസ്ഥയെ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്നൊക്കെ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇടക്കിടക്ക് മൂഡ് ഓഫ് ആകുന്ന, മൂഡ് സിങ്ക് ഉണ്ടാവുന്ന ആളാണോ നിങ്ങൾ എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. ഇതിന്റെ പ്രതിവിധിയും പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും ടൈപ്പ് ടോട്ടൽ കൂട്ടിക്കോളൂ. യെസ്, 17 50 രമാദേവി. ഓക്കെ, എഴുതി വെച്ചോളൂ. ഞാൻ ഉത്തരം പറയാം. ആദ്യം നിങ്ങൾ ഉത്തരം എഴുതുക. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ ഉത്തരം പറയാം. അത് ഇതൊന്നും നിങ്ങൾ ടൈപ്പ് ചെയ്ത് എഴുതുന്നില്ല. 10-നും 30-നും ഇടയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, ടൈപ്പ് ചെയ്യുന്ന സമയം കളയണ്ട. 10-നും 30-നും ഇടയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ കാറ്റഗറി നമ്പർ 1 അല്ലെങ്കിൽ എ കാറ്റഗറിയാണ് നിങ്ങൾ. നിങ്ങളിൽ ചെറിയ രീതിയിൽ നെഗറ്റീവ് ഉണ്ട്, അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. 10 ഒക്കെയാണ്, 30 വരെയുള്ളതാണെങ്കിൽ ഉണ്ട്. നെഗറ്റീവ് ഇല്ലാത്ത ഒരാളുണ്ടാവില്ലല്ലോ. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, ഉണ്ടാവുകയില്ല. അപ്പൊ അതിനൊട്ടും 10-നും 30-നും ഇടയിലാണെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. പക്ഷെ മെഡിറ്റേഷനും മാനസികമായ പരിശീലനവും നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. 1ാമത്തെ ടൈപ്പ് ആൾക്കാർ, ഒരു മിനിറ്റ് നമ്മൾക്കകത്ത് ഇനി 31-നും 60-നും ഇടയിലുള്ള ആൾക്കാർ, ബി കാറ്റഗറി ആൾക്കാർ, നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും നെഗറ്റീവ് എനർജി ഉണ്ട്, നിറഞ്ഞിരിക്കുന്നു. കൃത്യമായ അഭ്യാസങ്ങൾ, ധ്യാനം പരിശീലിച്ചേ സാധിക്കുള്ളൂ. മറ്റൊരു വഴിയുമില്ല. യു ഹാവ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ ടു കം ബാക്ക്. നിങ്ങൾക്കിത് മാറ്റാൻ സാധിക്കും. ഒരു കുഴപ്പമില്ല, നിങ്ങളെ കൊണ്ട് മാറ്റാൻ സാധിക്കാവുന്നതാണ്. നിങ്ങൾ അതിന് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ചെയ്താൽ നിങ്ങളെ കൊണ്ട് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി 61-നും 80-നും ഇടയിലുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ 61-നും 60-ഉം കൂട്ടിക്കൊള്ളൂ. 60, 61-നും ഇടയിൽ, 60-ന് മുകളിൽ ഉള്ള ആൾക്കാർ ഉണ്ടോ ഇവിടെ? ആരും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. പിന്നെ അതിന് മുകളിലേക്ക് പോകുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ യു ആർ ഓൺ
ഡി കാറ്റഗറി, ഡേഞ്ചറസ് സൂൺ, നിങ്ങൾ മാറ്റിയേ പറ്റൂ. നിങ്ങൾ നല്ല പ്രവർത്തനത്തിലൂടെ, നിരന്തരമായ പ്രവർത്തനത്തിലൂടെ, ശുദ്ധീകരണ പ്രവർത്തനത്തിലൂടെ, ക്ലാസ് മാത്രമല്ലാത്ത ചില ക്ലാസ്സുകൾ, കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലൂടെ കടന്നുപോയി ശാരീരിക മാനസിക അഭ്യാസങ്ങളിലൂടെ താഴ്ത്തിക്കൊണ്ടുവരണം തന്നെ വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയുണ്ടാവും. വളരെ കുറവ് മാത്രമേ ഈ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം അത്തരം ആൾക്കാർ ഈ ക്ലാസ് കേൾക്കാൻ പോലും തയ്യാറാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പൊ നിങ്ങൾ ഈ റേഞ്ചിൽ നിന്നിട്ട് ഇവിടെ കേൾക്കുന്നു പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇതുള്ളവർ പൊതുവെ ഈ ക്ലാസ് കേൾക്കാൻ വരില്ല. ഉള്ളവർ അത് മാറ്റാൻ അവർക്ക് തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ വന്നത് വലിയ ദൈവാനുഗ്രഹം പോലെ മാത്രം കരുതുക. എന്നിട്ട് മാറ്റാനുള്ള പ്രവർത്തനം നയിക്കുക. അവർക്ക് പ്രത്യേകിച്ച് പറയാം. ഇനി അതിൽ കൂടുതലുള്ള ആൾക്കാർ അതായത് 81-നും 100-നും ഇടയിലുള്ള ആൾക്കാരുടെ കാര്യം പറയാൻ വേറൊന്നുമില്ല. തീവ്രമായ നെഗറ്റീവ് എനർജി അവരിലുണ്ട്. ഫുള്ളായിട്ട് നെഗറ്റീവ് എനർജി ഉള്ളത്. ആത്മപരിശോധനയ്ക്ക് കൂടുതൽ സമയം എടുക്കുക തന്നെ ചെയ്യും. അവരിത് അംഗീകരിക്കുകയുമില്ല. നിത്യമായ മാനസിക ശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ 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 വിദൂരമായിട്ടാണ് അവർക്കുള്ളത് എന്ന് ഓർക്കുക. അത്തരം ആൾക്കാർ ഉണ്ടെങ്കിൽ, ദൈവാധീനം കൊണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, തീവ്രമായ പ്രവർത്തനത്തിലൂടെ മാറ്റമുണ്ടാക്കി തന്നെ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അതിന്റെ തുടർച്ച എന്നോണം പറയാൻ പോകുന്ന ഒരു കാര്യം, ഇതുള്ളവർക്ക് ഇനി 5-ാമത്തെ ചോദ്യവും, ഞാൻ എല്ലാം കഴിഞ്ഞു. 5-ാമത്തെ ചോദ്യം നാളെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. ഇനി മറ്റേ ക്ലാസ്സിന് സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ഇനി ഒരു സന്തോഷ വർത്തമാനം കൂടി പറയാം. 10-ന് മുകളിൽ കിട്ടിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ ഒരു ടെക്നിക്ക് പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ഞായറാഴ്ച. അവരത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 80-നും 10-നും ഇടയിലുള്ള ആൾക്കാർ, 10-ന്റെ ആൾക്കാർ വരണ്ട, ഞാൻ പോലും 10-നില്ല. അതുകൊണ്ട് 10-ന്റെ ആൾക്കാർ ഇവിടെ ഇല്ല അല്ലെ. ജാതിക മാത്രമേ എഴുതിയിട്ടുണ്ടാവും. 10 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. സാധ്യത വളരെ കുറവാണ്. നമ്മൾ എങ്ങനെയൊക്കെ എഴുതും ഇല്ലല്ലോ. ഇവിടെ ഒരാൾ എഴുതിയിട്ടുണ്ട് അല്ലേ 15 എന്നൊക്കെ. 10-ന് 10 എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യണം. 10 എഴുതിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് ടൈപ്പ് ചെയ്യോ? 10 എന്ന് എഴുതിയത്. അയ്യോ എന്താ ഞാനോ? ആ, ദിവ്യശ്രീ ക്വസ്റ്റ്യനേ കേട്ടിട്ടില്ലെന്ന് എനിക്ക് അതുകൊണ്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനേ കേട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടെങ്കിൽ ദിവ്യശ്രീ ഒരു കാരണവശാലും 10 എഴുതില്ല. ജോസഫിനും സാധ്യത വളരെ കുറവാണ്. ജോസഫ് അത് ആ മനസ്സിലാക്കൽ മാത്രമാണ്, യഥാർത്ഥത്തിലല്ല. വളരെ കുറവ് മാത്രമേ 10 ഉണ്ടാവുള്ളൂ. വളരെ കുറവ് മാത്രമേ ഉണ്ടാവും. കാരണം നെഗറ്റീവ് ഇല്ലാത്ത നമുക്ക് കുറച്ചും കൂടി ഇല്ലായിരുന്ന ശരീരമാവില്ല. അപ്പൊ 10-നും 80-നും ഇടയിൽ ആൾക്ക് ഒരു ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ് ഞായറാഴ്ച ഉണ്ട്. സമയം ഞാൻ പിന്നെ അറിയിക്കും. അതിന്റെ ചെറിയൊരു പേയ്മെന്റും അഡ്മിന്മാർ പിന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാവും. അത് അന്ന് ഒരു ടെക്നിക്കും പഠിപ്പിക്കുന്നുണ്ട്. അന്ന് വരുന്നതിന് മുമ്പ് ചില സാധനങ്ങളൊക്കെ നിങ്ങൾ കരുതാനുണ്ട്. ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. എല്ലാ ദിവസവും വേണ്ട, അത് ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ സാധനം 10-ൽ താഴെ വന്നിരിക്കും. ഇതേ ടെസ്റ്റ് അന്ന് തന്നെ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ആ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ അതേ ടെസ്റ്റ് തന്നെ വീണ്ടും ഒരു ദിവസം എടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ റേറ്റ് നിങ്ങൾക്ക് ഇതേപോലെ കുറഞ്ഞു വന്നിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ കാലിക്കറ്റ് പ്രോഗ്രാമിലും ഇതേപോലെ സാധനം ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് ചെറിയൊരു ഞായറാഴ്ചത്തെ പ്രോഗ്രാമിനകത്ത് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകോത്തരമായ ഒരു ടെസ്റ്റാണ്. വളരെ ലളിതമായ ടെസ്റ്റാണ്. നിങ്ങൾ വീട്ടിലുള്ളതാണ്, നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫീസും കാര്യങ്ങളും ഉണ്ടാവും. അതവർക്ക് മാത്രമേ വരാവൂ, അല്ലാത്തവർ വരണ്ടെന്ന് എഴുതിയിട്ടാണ് ഫീസ് വെക്കുന്നത് കേട്ടോ. കാരണം ആ നെഗറ്റീവ് എനർജി അകത്ത് നിന്ന് കളിക്കുന്നയാൾക്ക് വരാൻ പറ്റില്ല. ആത്മാർത്ഥമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അവർക്ക് അതുകൊണ്ട് മാത്രമാണ് ആ ഫീസ് വെക്കണത്. വെച്ചാൽ മാത്രമേ അത് മനസ്സ് തുറന്ന് അവർ മനസ്സിലാക്കാൻ വരുള്ളൂ. അത് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് മാറ്റം തുടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഈ പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരുപാട് ആൾക്കാർ നിരന്തരമായി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ പൊതുവെ ഇതുപോലെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള ഇതിന് മുമ്പ് ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുന്ന എന്താണ് യഥാർത്ഥ ആത്മീയത എന്നും
ആ ആത്മീയത കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന, നമ്മൾ നിങ്ങളൊക്കെ കേട്ട ഓം രുദ്രായ നമഃ എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് അല്ല കേട്ടോ. യഥാർത്ഥ സ്പിരിച്വൽ പ്രാക്ടീസിന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ, സ്പിരിച്വൽ ആയിട്ട് ഉയരാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം, കുറച്ച് മാത്രം സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ജീവിതത്തിൽ ആത്മീയമായി ഉയരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ദൈവത്തെ പോയി നിങ്ങൾ പറഞ്ഞ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളിൽ പോയി പൂജിക്കണമെന്നൊന്നും അല്ലട്ടെ ഞാൻ പറയുന്നത്. അതൊന്നും എന്റെ ആത്മീയതയുടെ ഭാഗമേ അല്ല. അതൊരു പാർട്ട് ഓഫ് ഇറ്റ് ആണ്. അത് കൃത്യമായി മനസ്സിലാക്കണം. എനിക്ക് പഠിക്കണം, അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. താല്പര്യമുള്ളവർ മാത്രം അതിനുവേണ്ടി റെഡിയായി നിന്നോളുക. താമസിയാതെ നമ്മളത് തുടങ്ങുന്നു എന്നുള്ള ഒന്നുകൂടി ഇവിടെ ഓർക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. ഇപ്പോൾ നെഗറ്റീവ് ഉള്ളവർ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം, പുണ്യമെന്ന് അറിയുക. ആ തിരിച്ചറിവ് ഉണ്ടാകാൻ സാധിച്ചു എന്നത് വലിയൊരു ഗണമായി കാണുന്നു. അതിനുവേണ്ടി തയ്യാറായിക്കൊള്ളാം. ഓക്കെ, താങ്ക് യു ആൾ. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. എന്നപ്പോ മറ്റൊരു ക്ലാസ്സിന് സമയമായി. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ എല്ലാവരും പുഞ്ചിരിയോട് തന്നെ പൊക്കോട്ട്. കമോൺ 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 കമോൺ. താങ്ക് യു സർ.